ഒരു കഷ്ണം ഇഷ്ടിക താഴേക്ക് വീണു. അതെടുക്കാൻ വേണ്ടി ഖബറിന്റെ അകത്തേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ ഖബറിന്റെ ഉൾഭാഗത്ത് നിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യമനിലെ വലിയ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹിബ്നു അസ്അദുൽ യാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ റൗദുർ റയാഹീനിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടുകാരനായ ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഖബറിലേക്ക് മയ്യിത്തിറക്കുന്ന സമയം ഒരു കഷ്ണം ഇഷ്ടിക താഴേക്ക് വീണു. അതെടുക്കാൻ വേണ്ടി ഖബറിന്റെ അകത്തേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ ഖബറിന്റെ ഉൾഭാഗത്ത് നിന്ന് മറ്റൊരു ഖബറിലേക്കുള്ളൊരു ദ്വാരം കണ്ടു. ആ ദ്വാരം കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ഭാഗം മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ സ്വർണത്താൽ പൊതിഞ്ഞ ഖുർആനുകൊണ്ട് ഒരു മനുഷ്യൻ ആ ഖബറിന്റെ ഉള്ളിൽ ഖുർആൻ ഓതുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്നോട് അയാൾ ചോദിച്ചു, അല്ല ഖിയാമത്ത് നാളായോ? ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ അവിടെ ഇഷ്ടിക വെച്ച് അടക്കൂ എന്ന് എന്നോട് പറയുകയും ചെയ്തു. പ്രിയമുള്ളവരെ, മഹാന്മാരായ മുൻഗാമികൾ, സ്വാലിഹീങ്ങൾ, സൂഫിയാക്കൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി ധാരാളം ആരാധനകളിൽ ഏർപ്പെട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം നേടി. നമുക്കും അത്തരം സ്ഥാനങ്ങളിലേക്ക് എത്താനാണ് അള്ളാഹു നമുക്ക് റജബ് പോലെയുള്ള മാസങ്ങൾ തന്നത്. ഈ മാസത്തിന് ഷഹ്റു റജ്മ്, ആട്ടിയോടിക്കുന്ന മാസം, അഥവാ വിശ്വാസികളെ പിഴപ്പിക്കുന്ന പിശാചിനെ ആട്ടിയോടിക്കുന്ന മാസം എന്നും ഇതിന് പേരുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം.